രാഹുലെ, ഈ സംസ്ഥാന സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കാൻ പോകുന്നു. 3700 കോടി രൂപ കൂടി കടമെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ആ മറ്റു കണക്കുകൾ പറയുന്നത്? പോകുന്ന പോക്കിൽ കുറച്ചുകൂടെ ദൂർത്തടിച്ച് പോകാമെന്നുള്ള രീതി തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ അപേക്ഷിച്ച്. ദൂർത്ത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ ഒരു നയാ പൈസ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം പോകുന്ന പോക്കിൽ ഇലക്ഷനാണ്. ഇലക്ഷൻ സമയത്ത് ആളുകൾക്ക് ശമ്പളം കൊടുക്കണം, അതേപോലെ തന്നെ പെൻഷൻ കൊടുക്കണം. ഇത് രണ്ടും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ജനങ്ങൾ പറയും നന്ദി, എല്ലാത്തിനും നന്ദി എന്ന് ജനങ്ങൾ കൈതൊടും. ഇന്നലെ എന്തോ പറഞ്ഞല്ലോ, അല്ല, പെൻഷൻ ഇപ്പോ എല്ലാവർക്കും കൊടുക്കാനുള്ള കാര്യങ്ങളായിട്ടുണ്ട്. നമുക്കറിയാം, ഇത് കഴിയുമ്പോഴത്തേക്കും കെയർ ടേക്കർ ഗവൺമെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷെ അതിനു മുമ്പിട്ട് തന്നെ ഏകദേശം 37,000 കോടിയുടെ കടമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. അപ്പൊ അത് എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, സ്വാഭാവികമായിട്ടും നേരത്തെ തന്നെ സർക്കാരിന് കടമെടുക്കാനുള്ള പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിരുന്നു. വെട്ടിക്കുറച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ എടുക്കുന്ന വായ്പകൾ കിഫ്ബി വഴിയും മറ്റ് അത്തരത്തിലുള്ള പദ്ധതികൾ വഴിയും പൈസ കണ്ടെത്തുന്ന ഒരു ഏർപ്പാട് സംസ്ഥാന സർക്കാരിനുണ്ട്. അപ്പൊ അതും ഒരു സംസ്ഥാനത്തിന്റെ ബാധ്യതയായി വരുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കടമെടുക്കാനുള്ള പരിധി വെട്ടിക്കുറച്ചിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ എന്താണ് പറയുന്നത്, എനിക്കൊന്നു ബാലഗോപാലൻ നേരത്തെ തന്നെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, പരിധി വെട്ടിക്കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം എനിക്കൊന്നു 5000 കോടിക്ക് അടുപ്പിച്ച് വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ കുറയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തെഴുതിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഫ്ബി വഴിയൊക്കെ ഫണ്ട് എടുത്തിട്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം നടപ്പാക്കുന്നത്. അത് വലിയ കോടികളുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാരിന്റെ. നഷ്ടമല്ല, വികസന പ്രവർത്തനങ്ങൾ നടത്തണം. അപ്പോൾ കടമെടുക്കുന്നതിന്റെ പരിധി നിശ്ചയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതും അതിന്റെ ഭാഗമാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇനി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ പ്രാവശ്യവും എല്ലാ മാസവും ഒരു മാസം ഏകദേശം സർക്കാരിന് മുന്നോട്ട് പോകണമെങ്കിൽ ഏകദേശം 2000 കോടി രൂപ വേണം. അപ്പൊ ഈ 2000 കോടി രൂപ കണ്ടെത്തുന്നത് കടമെടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ 37,000 കോടി രൂപ കടമെടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോ നിലവിലുള്ള കുടിശ്ശികൾ കൊടുത്തു തീർക്കണം. അതായത് ശമ്പളമാണെങ്കിലും അതേപോലെ തന്നെ പെൻഷൻ ആണെങ്കിലും ഈ സർക്കാർ ഇറങ്ങുന്നതിന് മുമ്പ് കൊടുത്തു തീർക്കണം. കൊടുത്തു തീർക്കാനാണെങ്കിൽ ഖജനാവ് കാലിയാണ്, ഖജനാവിൽ എടുത്തു കൊടുക്കാൻ ഒരു കുന്തവും ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കടമെടുത്തേ കഴിയുകയുള്ളൂ. അപ്പോൾ കടമെടുത്ത് ഇത് രണ്ടും കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കടമെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ വന്ന വാർത്ത എന്ന് പറയുന്നത്, ഈ പെട്രോൾ ഡീസൽ അടിച്ചിട്ട് സർക്കാർ സംവിധാനത്തിൽ പെട്രോൾ ഡീസൽ സർക്കാർ വാഹനങ്ങൾ പെട്രോൾ ഡീസൽ പമ്പിൽ ചെന്ന് അടിക്കുക, കുറ്റി കൊടുക്കുക, എഴുതുക, പോവുക, പമ്പുകാർ നേരെ ഇത് ബാങ്കിൽ കൊണ്ടുവന്ന് മാറാൻ വേണ്ടി പോകുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം ആഭ്യന്തര വകുപ്പിൽ നിന്നും മാത്രം ഏകദേശം 300 കോടി 400 കോടി രൂപ കിട്ടാനുണ്ട്. കടമായിട്ട് കൊടുത്തേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ സർക്കാർ പോകുന്ന വാഹനങ്ങൾ, അതിൽ പെട്രോൾ അടിക്കാൻ സർക്കാരിന്റെ കാശില്ല, കടമായിട്ടാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. 1000 കോടിക്ക് അടുപ്പിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൂടെ സർക്കാരിൽ നിന്നും കൊടുക്കാനുണ്ട് ഈ പെട്രോൾ പമ്പുകാർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇന്ധന വില കൂടുന്ന ഒരു സാഹചര്യവും അവിടുത്തെ വാറ് നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ദക്ഷിണേഷ്യയില് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ പെട്രോൾ കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ പോലും ഈ പൈസ മാറി കിട്ടിയില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ പെട്രോൾ പമ്പുകാര് അനുഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സീറ്റുകൾ കയറി ഇറങ്ങിയിട്ടായിരിക്കും. അതെ, അതേപോലെ തന്നെ അതുകൊണ്ടാണ് അവർ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നത്. അവർക്ക് പൈസ കിട്ടുമോ? ഈ സർക്കാർ ഇറങ്ങിപ്പോയിട്ട് ആര് പൈസ കൊടുക്കും? ഇവരുടെ വെച്ച ബാധ്യത അടുത്ത ആൾ കൊടുക്കുന്ന കാര്യമുണ്ടോ? ഇവര് പറയുകയാണ് അടുത്ത ആള് തരുമെന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാല് കിട്ടുമോ ഇല്ലയോ എങ്ങനെ അറിയാം? അതുകൊണ്ട് തന്നെ ഇവർ ആദ്യമേ പറയുകയാണ്, ഇതിനു മുമ്പിട്ട് ഞങ്ങളുടെ പൈസ ഇങ്ങ് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് മാറി ബില്ല് മാറി പൈസ ആക്കാം എന്നുള്ള രീതിയിൽ. അതെ, ഒരുപാട് കോടികളുടെ കടമാണ് സർക്കാരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ കടത്തിന്റെ കാര്യം വരുമ്പോഴത്തേക്കും ആളുകളൊക്കെ പറയും കടമെടുത്താലേ ഇവിടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ 9 കൊല്ലം കൊണ്ട് എത്ര കോടി രൂപയുടെ കടമാണ് സർക്കാർ ഉണ്ടാക്കിയതെന്ന് നമ്മൾ ആലോചിക്കണം. വികസനം വേണം. അതിനപ്പുറത്തേക്ക് സർക്കാർ എടുക്കുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ധൂർത്തിന് വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലവും ഓരോ വർഷവും സർക്കാരിന്റെ ഓരോ വർഷം, അതായത് ആനിവേഴ്സറി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ധൂർത്തിന് വേണ്ടിയിട്ട് ചിലവാക്കിയ പൈസകളുടെ കണക്കാലോചിച്ചു കഴിഞ്ഞാൽ കോടികളാണ്. തീർച്ചയായിട്ടും മോഹൻലാലിനെ ആദരിച്ചാൽ എത്ര രൂപ ചിലവായി? അതെ, ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് സർക്കാരിന് എത്ര രൂപ ചെലവായി? ദേവസ്വം ബോർഡിന്റെ സിൽവർ ജൂബിലി എന്ന് പറഞ്ഞതാണ്. അതിന് നമ്മൾ തന്നെ കണ്ടതാണ്. പാട്ട് പാടാൻ വേണ്ടി നന്ദഗോവിന്ദ ഭജൻസിനെ വിളിച്ചു എന്ന് പറഞ്ഞ് 19 ലക്ഷം രൂപ എഴുതിയെടുക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ കോടികളുടെ അതായത് അഴിമതി നടത്തുന്നു, അതേപോലെ തന്നെ കടങ്ങൾ എടുക്കുന്നു. ഈ പരിപാടി നടത്താൻ അല്ലെങ്കിൽ ഈ ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് കോടികൾ എടുക്കുകയാണ്.
ഖജനാവിൽ 1 രൂപ പോലും ഇല്ലാതെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ എന്ത് ചെയ്യും? സർക്കാരിന് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് ഒരു കടബാധ്യത ഉണ്ടാകത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. കടമെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും കടമെടുക്കുന്നത് GDP റേഷ്യോ മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ RBIക്ക് കൃത്യമായിട്ടുള്ള കുറെ നടപടിക്രമങ്ങളുണ്ട്. നമ്മൾ സംസ്ഥാനങ്ങളാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിലും എല്ലാ സംസ്ഥാനങ്ങളും വ്യത്യസ്ത രീതിയിൽ തന്നെയാണ്. അപ്പൊ അവിടുന്ന് വരുന്ന GDPയുടെ മൂല്യത്തിനനുസരിച്ചായിരിക്കും അവിടെ കടങ്ങൾ എടുക്കാനുള്ള ഒരു റേഷ്യോ നിശ്ചയിക്കുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ കടങ്ങൾ എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരും കടങ്ങൾ എടുത്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാലഘട്ടം മാറുന്നുണ്ട്, അത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. കാരണം AI കാലഘട്ടമാണ്. വലിയ ടെക്നോളജി പരമായിട്ട് വലിയ മാറ്റങ്ങൾ വരുമ്പോഴും ഈ കടങ്ങൾ എടുത്തിട്ടും നമ്മുടെ രാജ്യത്തിനാണെങ്കിലും സംസ്ഥാനത്തിനാണെങ്കിലും പറയത്തക്ക വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്ക. അല്ലെ, കടമെടുക്കുന്ന കാശെടുത്ത് ദൂർത്തടിക്കും. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ട് ആ കഥ അറിയാമല്ലോ, എത്രയെങ്കിലും കോടി രൂപ കൊടുത്തിട്ട് ഹെലികോപ്റ്റർ വെക്കണം നരകിക്കുകയാണ്. അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യത്തിനാണെങ്കിൽ അപ്പോഴെടുത്താൽ പോരെ. ഇത് ഫുൾ വാടകയും കൊടുത്ത് കോടികൾ വാടക കൊടുത്താണ് അത് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ കോടികളുടെ കഥകൾ പറയുന്ന സാഹചര്യത്തിൽ തന്നെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുടെ കോടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആസ്തി പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ളത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ആസ്തി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2 കൊല്ലം കൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് അദ്ദേഹം കൊടുക്കുമ്പോൾ 28 കോടിയുടെ ഒരു ആസ്തിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. 2 കൊല്ലം കൊണ്ടാണ് 64 കോടിയുടെ ആസ്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ കൊടുക്കുമ്പോൾ ആദ്യം അതായിരുന്നു. അപ്പോൾ അത്രയും കോടികളുടെ ആസ്തി അദ്ദേഹത്തിന് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇനി എന്ത് തന്നെയാണെങ്കിലും കോടികളുള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോഴും കോടികളാണ് കേരളത്തിന്റെ കടം എന്നൊരു യാഥാർത്ഥ്യമാണ്. രാഹുൽ, ഈ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന വിഹിതം കുറവാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ കേസിന് പോയത് എത്ര ഉണ്ട് ഇവിടെ? അതെ അല്ലെ, അങ്ങനെ സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ കേസിന് പോയിരിക്കുക, അങ്ങനെ നിയമോപദേശം കിട്ടി പോയ ഒരു സംസ്ഥാനം കൂടെയാണ്. അതെ, ആലോചിച്ച് നോക്കുക. അതെ, എന്ത് തന്നെയാണെങ്കിലും കടമെടുപ്പിന്റെ പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു എന്നുള്ള ആക്ഷേപം കേരള സർക്കാർ ഉന്നയിക്കുമ്പോഴും കേരളത്തിന്റെ കടമെടുക്കുന്നത് കൂടി വരികയാണ്. കേരളത്തിന്റെ കടവും കൂടി വരികയാണ്. അവസാന നിമിഷം പോലും ഈ സർക്കാർ ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന അവസാന നിമിഷം പോലും 37,000 കോടി രൂപ കടമെടുത്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. 37,000 കോടി രൂപ കടമെടുക്കുന്നത് ഇവിടുത്തെ പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും വേണ്ടി മാത്രമാണ്. അപ്പം കാലിയായി കിടക്കുന്ന ഖജനാവിൽ നിന്നും ഇനി വരുന്ന നാളുകളിൽ ഈ സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. താൽക്കാലിക ജീവനക്കാർക്ക് ജോലി കൊടുക്കുക എന്നുള്ള കാര്യം. അതായത് എത്രയൊക്കെ മന്ത്രിമാരുണ്ടോ അവർക്ക് കഴിയാവുന്ന ആളുകൾക്ക്, ഇപ്പോൾ KSRTC ആണെങ്കിൽ KSRTCയിൽ, ആരോഗ്യ മേഖലയിലാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ, ഈ മേഖലയിലെല്ലാം തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ ടാർഗറ്റ് ചെയ്ത് താൽക്കാലിക ജീവനക്കാരെ PSC റാങ്ക് ലിസ്റ്റിനെ ഒഴിവാക്കിയിട്ട് താൽക്കാലിക ജീവനക്കാരെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ വലിയ ബാധ്യതകൾ എടുത്തു വെച്ചുകൊണ്ടാണ് ഈ സർക്കാർ വെളിയിലേക്ക് പോകുന്നത്. ഇതെല്ലാം സർക്കാരിന് വലിയൊരു ബാധ്യതയായി തന്നെ തീരും. ഇനി അടുത്ത ഏത് സർക്കാരാണ് വരാൻ പോകുന്നത്, ആ സർക്കാരിന് വലിയൊരു ബാധ്യത തീർത്തുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. അടുത്ത സർക്കാർ ഭരിക്കാൻ വരുമ്പോൾ കാലിയായിട്ടുള്ള ഖജനാവ് നോക്കിയിരുന്ന് തലയിൽ കൈവച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ഒരു സാഹചര്യം അടുത്ത സർക്കാർ ഉണ്ടാകും എന്നതാണ് ഒരു യാഥാർത്ഥ്യം.